ഇന്ന് നമുക്ക് വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം 9 മുതൽ 13 വരെയുള്ള ഭാഗങ്ങൾ പരിശോധിക്കാം. ഇതിൽ മൂന്നാമത്തെ ദൂതൻ ഊതി. അപ്പോൾ ദീപം പോലെ ജ്വലിക്കുന്ന മഹാനക്ഷത്രം ആകാശത്തു നിന്ന് വീണു നദികളിൽ 3-ൽ-1 നീരുറവുകളിന്മേലുമായിരുന്നു വീണത്. ആ നക്ഷത്രത്തിന് കാഞ്ഞിരം എന്നു പേർ. വെള്ളത്തിൽ 3-ൽ-1 കാഞ്ഞിരം പോലെയായി. വെള്ളം കയ്പായതിനാൽ മനുഷ്യരിൽ പലരും മരിച്ചുപോയി. നാലാമത്തെ ദൂതൻ ഊതി. അപ്പോൾ സൂര്യനിൽ 3-ൽ-1 ചന്ദ്രനിൽ 3-ൽ-1 നക്ഷത്രങ്ങളിൽ 3-ൽ-1 ബാധ തട്ടി. അവയിൽ 3-ൽ-1 ഇരുണ്ടുപോയി. രാവും പകലും 3-ൽ-1 വെളിച്ചമില്ലാതെയായി. അനന്തരം ഒരു കഴുക്, ഇനി കാഹളം ഊതുവാനുള്ള 3 ദൂതന്മാരുടെ കാഹളനാദം ഹേതുവായി ഭൂവാസികൾക്ക് കഷ്ടം, കഷ്ടം, കഷ്ടം എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്തു. വളരെ പ്രധാനപ്പെട്ട ആശയങ്ങളിൽ കൂടി നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. വെളിപ്പാട് പുസ്തകത്തിൻ്റെ നിവൃത്തികളുടെ സ്വഭാവം ഒരു ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അതിൻ്റെ നിർമ്മാർജ്ജനം പൂർണ്ണമായ രീതിയിൽ അല്ല അതാദ്യം തന്നെ അവസാനിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗം എപ്പോഴും ഇങ്ങനെ നിലനിന്നുകൊണ്ടിരിക്കും. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെ ഒരംശം ഇന്നും നിലനിൽക്കുന്നു. പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ ഒരംശം നിലനിൽക്കുന്നു. ഗ്രീക്ക് സാമ്രാജ്യത്തിൻ്റെ ഒരംശം നിലനിൽക്കുന്നു. റോമൻ സാമ്രാജ്യത്തിൻ്റെ ഒരംശം ഇന്നും നിലനിൽക്കുന്നു. അപ്പം നമ്മൾ പഠന വിഷയത്തിൽ ഈ 3 സാമ്രാജ്യങ്ങളും നശിപ്പിക്കപ്പെട്ടതായിട്ട് തന്നെ പറയുന്നു. അപ്പം അതിൻ്റെ ഒരു കുറ്റി എന്നും ശേഷിച്ചിരിക്കുന്നു. ഈ കുറ്റി ശേഷിച്ചിരുന്നാലുള്ള വിശേഷത എന്താണെന്ന് വെച്ചാൽ, ഒരു വൃക്ഷമായാലും അതിൻ്റെ കുറ്റി ശേഷിച്ചിരുന്നാൽ വേണമെങ്കിൽ പിന്നീട് അതിന് കിളിർത്തു വരാം. സാഹചര്യം അനുകൂലമാണ്. അപ്പോൾ ആ ഒരവസ്ഥയിലാണ് തിരുവെഴുത്തുകളിൽ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ നിവൃത്തി. ആവശ്യമെങ്കിൽ ആദ്യം ഉണ്ടായി ഇല്ലാതെയായ ചില നടപടികൾ വീണ്ടും ആവശ്യമെങ്കിൽ ദൈവം അത് നിവർത്തിക്കും. അതെപ്പോഴാണ് ആവശ്യം, അതിലേത് നടപടിയാണ് ആവശ്യം എന്നുള്ളതെല്ലാം പിതാവായ ദൈവത്തിൻ്റെ തീരുമാനത്തിലാണ്. നമ്മൾ ഈ 7 മുദ്രകളെക്കുറിച്ചും 7 കാഹളത്തെക്കുറിച്ചുമൊക്കെ പഠിക്കുമ്പോൾ ഈ മുദ്രകളും കാഹളവും ഉദ്ദേശിക്കുന്ന പല വിഷയങ്ങളും അത് അതിൻ്റെ നശീകരണത്തിന് ശേഷവും ഒരു ചെറിയ അളവിൽ നിലനിൽക്കുന്നു എന്നുള്ള കാര്യം വിട്ടുകളയാൻ പാടില്ല. കാരണം ഇതിൻ്റെ നിവൃത്തികൾ കുറേ കാലത്തേക്ക് ദീർഘിച്ചുകൊണ്ടാണ്
പൂർണ്ണമായിട്ടും അവസാനിക്കുന്നു. സാത്താനെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, സാത്താനെ ബന്ധനം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് 1 വർഷം കൊണ്ടോ 10 വർഷം കൊണ്ടോ അല്ല. അതിനൊരു 1000 വർഷം ദൈവം വേർതിരിച്ചു വച്ചിരിക്കുകയാണ്. അപ്പോൾ തന്നെ 1000 വർഷത്തിൻ്റെ 1-ാമത്തെ ആണ്ടിൽ തന്നെ പിശാചിൻ്റെ ബന്ധനം ആരംഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ പൂർണ്ണമായി അത് അവസാനിക്കുന്നത് സഹസ്രാബ്ദത്തിനും ശേഷം ഒരു അല്പകാലം കൂടി കഴിഞ്ഞിട്ടാണ്. അങ്ങനെ വളരെ വിപുലമായ ഒരു വിശാലതയോടുകൂടി വേണം നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന വിഷയങ്ങൾ മനസ്സിലാക്കുവാൻ. അവിടെ 3-ാമത്തെ ദൂതൻ ഊതി. അപ്പോൾ ദീപം പോലെ ജ്വലിക്കുന്ന ഒരു മഹാനക്ഷത്രം ആകാശത്ത് നിന്ന് വീണു. നിസ്സാരമായൊരു നക്ഷത്രമല്ല, പ്രകാശമുള്ള, സ്വയം പ്രകാശമുള്ള ഒരു നക്ഷത്രമാണ്. അത് നദികളിൽ വീണു. മൂന്നിലൊന്നിന്മേലും നീരുറവുകളിന്മേലും ആയിരുന്നു വീണത്. ആ നക്ഷത്രത്തിന് കാഞ്ഞിരം എന്നു പേർ. വെള്ളത്തിൽ 1/3 കാഞ്ഞിരം പോലെയായി. വെള്ളം കയ്പായതിനാൽ മനുഷ്യരിൽ പലരും മരിച്ചുപോയി. അപ്പോ ഈ ദീപം പോലെ ജ്വലിക്കുന്ന നക്ഷത്രം അത് ലോകത്തിൽ നിലവിലിരിക്കുന്ന ആത്മീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു സമുന്നതനായ വ്യക്തിയെയാണ് സൂചിപ്പിക്കുന്നത്. ദീപം പോലെ ജ്വലിക്കുന്നു. ക്രൈസ്തവ ലോകത്തിന് പ്രകാശം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു നക്ഷത്രം. ആ നക്ഷത്രം ആകാശത്തു നിന്ന് വീണു. അതിൻ്റെ അധികാരം നഷ്ടപ്പെട്ടു. ആ നക്ഷത്രത്തിൻ്റെ പ്രകാശം നഷ്ടപ്പെട്ടു. ആ നക്ഷത്രത്തിൽ നിന്നുള്ള പ്രകാശം അത് സത്യവെളിച്ചമായിരുന്നില്ല. അതുകൊണ്ടാണ് അതിനെ കർത്താവ് വീഴ്ത്തുന്നത്. അതിൽ നിന്ന് പുറപ്പെടുന്ന വെളിച്ചം അസത്യത്തിൻ്റെ വെളിച്ചമാകുന്നു. അത് വ്യാജത്തിൻ്റെ വ്യാപാര ശക്തിയാൽ മനുഷ്യരിൽ വ്യാപിക്കുന്ന ഒരാത്മാവായിരുന്നു അതിൻ്റെ വെളിച്ചം. അത് മഹാനക്ഷത്രമാണ്. അതിൻ്റെ അധികാരം അതിന് നഷ്ടപ്പെടുന്നു. അതാണ് അത് നദികളിൽ 1/3 നീരുറവകളിന്മേലും വീണു. നദികൾ, നീരുറവകൾ എന്നെല്ലാം പറയുന്നത് സത്യത്തിൻ്റെ ഉറവിടമാകുന്നു എന്ന് അവകാശപ്പെടുന്ന ചില പ്രസ്ഥാനങ്ങളാണ്. ജീവജലത്തിന് പകരം അത് ജീവൻ നഷ്ടമാക്കുന്ന വിധത്തിലുള്ള ജലമാണ് ഈ നദികളിൽ കൂടി ഒഴുകുന്നത്. ആ നക്ഷത്രത്തിന് കാഞ്ഞിരം എന്ന് പേർ. അപ്പൊ ഈ മഹാജ്യോതിഷുള്ള ഈ നക്ഷത്രത്തിന്റെ പേര് അത് കർത്താവിട്ടിരിക്കുന്ന പേരാ. അതിന് കാഞ്ഞിരം എന്ന പേര്. നമ്മുടെ നോട്ടത്തിൽ അത് വളരെ മധുരിക്കുന്ന ഒരു നക്ഷത്രമാണ്. നാമതേ ക്രൈസ്തവ മാർഗങ്ങൾക്കെല്ലാം ആ നക്ഷത്രം വലിയ പ്രകാശം നൽകുന്നു എന്നാണ് അവരുടെ എല്ലാം വിചാരം. അതിന് കാഞ്ഞിരമെന്ന് പേർ. ഈ നക്ഷത്രം നദികളിന്മേലും നീരുറവുകളിന്മേലും വീണതുകൊണ്ട് അതിലെ വെള്ളം കുടിച്ചിട്ടുള്ള ആൾക്കാരെല്ലാം മരിച്ചുപോയി. കയ്പായതിനാലാണ്. കാഞ്ഞിരക്കുരു വെള്ളത്തിൽ കലക്കി കുടിച്ചാൽ എങ്ങനെയിരിക്കും? നല്ല രുചിയാണ്. കയ്പ അല്ലേ? കയ്പ് അമിതമായി ഉള്ളിൽ ചെന്നാൽ നമുക്കത്
പ്രശ്നമുണ്ടാകും, നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കും, നമ്മൾ മരിച്ചുപോകും. ചിലർ ഈ പട്ടികളെ കൊല്ലാനായിട്ട് ഇറച്ചിക്കകത്ത് കാഞ്ഞിരത്തിൻ്റെ തൊലിയിട്ട് വേവിച്ചിട്ട് പട്ടിക്ക് കൊടുക്കും. ഉറപ്പായിട്ട് ആ പട്ടി ചത്തുപോകും. ഈ പറഞ്ഞ കേട്ട ആരും പ്രയോഗിക്കാതിരുന്നാൽ മതി, നമ്മളൊന്ന് ഉദാഹരണം പറഞ്ഞതാ. ഇതുപോലെ ഈ നക്ഷത്രം വന്നു ജലാശയങ്ങളിലും നീരുറവുകളിലും വീണു, ആ വെള്ളം കയ്പായി തീർന്നു, ആ വെള്ളം കുടിച്ചവരെല്ലാം ചത്തുപോയി. ഈ പ്രകാശം എന്നു മുതലുള്ളതെന്നറിയോ? ഈ പ്രകാശം 1-ാം നൂറ്റാണ്ടിന്റെ അവസാനം മുതലുണ്ടായത് പ്രകാശമാണ്. ഈ നക്ഷത്രം അത് മനുഷ്യന് വെള്ളം കൊടുത്തുകൊണ്ടിരുന്നു, കയ്പുള്ള വെള്ളം. ഇല്ല, വല്ല കയ്പുള്ള ഉപദേശവും മുളച്ചു വന്നിട്ട് സഭയിൽ കയ്പുള്ള ഉപദേശങ്ങൾ മുളച്ചു വന്നു. കർത്താവിൻ്റെ ഉപദേശങ്ങളെല്ലാം മധുരിക്കുന്നവയായിരുന്നു. അതിൻ്റെ സ്ഥാനത്ത് വ്യാജ ഉപദേശങ്ങൾ മുളച്ചു വന്നു. അത് കേൾക്കുന്ന ആളുകൾക്കെല്ലാം കയ്പിൻ്റെ അവസ്ഥയാണ് നൽകി. നിത്യജീവന്റെയും അനുഗ്രഹത്തിൻ്റെയും പ്രത്യാശ നൽകുന്ന ഉപദേശങ്ങളല്ല. അതിങ്ങ് വളർന്ന് വളർന്ന് എവിടം വരെയായി? കർത്താവിൻ്റെ 2-ാം വരവിൻ്റെ കാലഘട്ടത്തോളം അത് വളർന്ന് വളർന്ന് അത് ഒരു വലിയ മല പോലെയും ഒരു വലിയ പർവ്വതം പോലെയുമായി തീർന്നായിരുന്നു. ആ പർവ്വതത്തെയും മലകളെയും വീണ്ടും ഉപമിക്കുന്നത് ഒരു വലിയ പ്രകാശമുള്ള നക്ഷത്രത്തോടാണ്. അതിൻ്റെ അധികാരം നഷ്ടപ്പെട്ട് അത് നിർജീവമായി തീരുവാൻ പോകും. ഇത് നമ്മുടെ കുഴപ്പം കൊണ്ടല്ല, ഇത് കർത്താവും സഭയും ചെയ്യുന്ന കാര്യങ്ങളാണ്. അവരുടെ രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി പുറപ്പെട്ടിരിക്കുന്നു. നിലവിലിരിക്കുന്ന എല്ലാ വ്യാജങ്ങളും തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇത് രാവും പകലും 3-ലൊന്ന് വെളിച്ചമില്ലാതെയായി. രാവും പകലും ചേർന്നതാണ് ഒരു ദിവസം. ഈ ഒരു ദിവസത്തിൽ 3-ലൊന്ന് ഇരുട്ടായിപ്പോയി എന്ന് പറഞ്ഞാൽ 3-ൽ-1 ഭാഗമേ ക്രിസ്ത്യാനികൾ ഉള്ളൂ. അത് മുഴുവൻ ചെയ്തതും പറഞ്ഞതും പ്രവർത്തിച്ചതെല്ലാം ഇരുട്ടിൻ്റെ ഫലമാണ് നൽകിയത്, അന്ധകാരത്തിൻ്റെ ഫലമാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഈ അന്ധകാര ലോകത്തിൽ നിന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്ന് അപ്പോസ്തലന്മാർ പിൻവരുന്ന വിശ്വാസികളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. പതിമൂന്നാം വാക്യം, അനന്തരം ഒരു കഴുക് ഇനി കാഹളമൂതുവാനുള്ള 3 ദൂതന്മാരുടെ കാഹളനാദം ഹേതുവായി ഭൂവാസികൾക്ക് കഷ്ടം കഷ്ടം എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കേൾക്കുകയും കാണുകയും ചെയ്തു. അപ്പം ഈ 4 കാഹളനാദം കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന 5, 6, 7 ഈ കാഹളത്തിൻ്റെ കാലത്ത് ഭൂവാസികൾക്ക് മറ്റൊരു വിധത്തിലുള്ള കഷ്ടം അനുഭവപ്പെടും എന്നാണ്. ഈ കഷ്ടത്തെക്കുറിച്ച് നമുക്ക്
പിൻവരുന്ന ഭാഗങ്ങളിൽ നിന്നും പല കാര്യങ്ങളും കൂടുതൽ തെളിവുകളോടെ പഠിക്കാൻ പറ്റും. അതിൻ്റെ ഇടയിൽ മറ്റൊരു ഭാഗം നമ്മൾ വിട്ടുപോയി. ഈ വെളിച്ചം കണ്ണിലേക്ക് അടിക്കുന്നതുകൊണ്ട് 12ാമത്തെ വാക്യം നമ്മൾ വായിച്ചില്ല. വായിച്ചോ? 4ാമത്തെ ദൂതന്റെ കാര്യം നമ്മൾ വായിച്ചോ? നിങ്ങൾ കേൾക്കുന്നവരൊരു ശ്രദ്ധ വേണം, അല്ലെങ്കിൽ ഈ വെളിച്ചം ഇടയ്ക്ക് ഇങ്ങനെ വന്നോണ്ടേ. 12ാമത്തെ വാക്യം, 4ാമത്തെ ദൂതൻ ഊതി, അപ്പോൾ സൂര്യനിൽ 1/3 ചന്ദ്രനിൽ 1/3 നക്ഷത്രങ്ങളിൽ 1/3 ബാധ തട്ടി. അത് നമ്മൾ വായിച്ചില്ല. വായിച്ചോ? അത് വായിക്കാതെയാണ് 13ാം വാക്യം വായിച്ചത്. 4ാമത്തെ ദൂതൻ പറയുന്ന കാര്യങ്ങൾ സൂര്യനിൽ 1/3 ചന്ദ്രനിൽ 1/3 നക്ഷത്രങ്ങളിൽ 1/3 ബാധ തട്ടി. അവയിൽ 1/3 ഇരുണ്ടുപോയി, രാവും പകലും 1/3 വെളിച്ചമില്ലാതെയായി. അപ്പൊ സൂര്യനിൽ 1/3, ചന്ദ്രനിൽ 1/3, നക്ഷത്രങ്ങളിൽ 1/3. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ സൂര്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ലോകത്തെ സത്യപ്രകാശമാണെന്ന് പറഞ്ഞ് ഈ ലോകത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന മത നേതാക്കന്മാരാണ്. ചന്ദ്രനിൽ 1/3 അത് പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങളാണ്. പ്രൊട്ടസ്റ്റന്റ് മതവിഭാഗങ്ങൾ, അവർക്കുള്ള പ്രത്യേകത എന്താ? അവരിൽ കുറേ സത്യങ്ങളുണ്ട്. അത് മങ്ങിയ വെളിച്ചങ്ങളേ ഉള്ളൂ. കുറേ സത്യങ്ങളും കുറേ അസത്യങ്ങളും കൂടിച്ചേർന്ന വിധത്തിൽ ഉള്ള ഒരു സഭാനീക്കം. അതിൽ ഉൾപ്പെട്ടു വരുന്ന വിശ്വാസികൾ ഇതും മറ്റേ മഹാപർവ്വതത്തോട് ബന്ധപ്പെട്ടു വരുന്ന ചെറിയ ചെറിയ പ്രസ്ഥാനങ്ങളാണ്. അത് ചന്ദ്രനിൽ 1/3 പിന്നെ നക്ഷത്രങ്ങളിൽ 1/3 ബാധ തട്ടി. നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് വീഴ്ച ഭവിച്ച ദൂതന്മാരെ സംബന്ധിച്ചാണ്. ഈ ദൂതന്മാർക്കും അവരുടെ ശക്തിക്ക് ക്ഷയം വന്നുകൊണ്ടിരിക്കുന്നു. എന്താ കാരണം? ഈ നിലവിലുള്ള ആത്മീയ പ്രസ്ഥാനങ്ങളെ നിയന്ത്രിക്കുന്നത് ഈ ദൂതന്മാരാണ്. ലൂസിഫറിന്റെ കൂടെയുള്ള ദൂതന്മാരാണ് ഈ ആത്മീയ പ്രസ്ഥാനങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ശക്തിക്കും ക്ഷയം സംഭവിക്കുന്നു. കർത്താവിൻ്റെ ഈ പ്രവർത്തനം, ഈ രാജ്യത്തിൻ്റെ സ്ഥാപനത്തിനു വേണ്ടിയുള്ള പ്രവർത്തനം ഓരോരോ മേഖലകളിലും ഓരോ അളവിൽ ഇങ്ങനെ പടിപ്പടിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അത് ഭൂമിയിലുള്ള പ്രസ്ഥാനങ്ങളുണ്ട്, സ്വർഗീയ ദൂതന്മാരുടെ ഇടയിലുള്ള വിഷയങ്ങളുണ്ട്. ഇതെല്ലാം ക്രമേണ ശക്തി ക്ഷയിച്ചു കൊണ്ടുവരികയാണ്. അതുകൊണ്ടാണ് ചന്ദ്രനിൽ 1/3, സൂര്യനിൽ 1/3, നക്ഷത്രങ്ങളിൽ 1/3 ബാധ തട്ടി.
അവയിൽ മൂന്നിലൊന്ന് ഇരുണ്ടുപോയി. പോയിട്ട് രണ്ട് ഭാഗവും. ഈ രണ്ട് ഭാഗവും എപ്പോഴും അക്രൈസ്തവമാണ്. ഇത് ജാതികളെ സംബന്ധിക്കുന്ന കാര്യം. അവർക്കിതിനെക്കുറിച്ചുള്ള വെളിച്ചമൊന്നും ഇപ്പോൾ നൽകപ്പെടുന്നതല്ല. അവർക്കിതിനെക്കുറിച്ചുള്ള ഈ സത്യങ്ങളെക്കുറിച്ചുള്ള വെളിച്ചം നൽകപ്പെടുന്നത് സഹസ്രാബ്ദത്തിലാണ്. രാവും പകലും മൂന്നിലൊന്ന് വെളിച്ചമില്ലാതെയായി. മൂന്നിൽ രണ്ട് ഭാഗം വെളിച്ചം. ആ വെളിച്ചവും അത് ലോകത്തിൻ്റെ വെളിച്ച, അത് ജാതികൾക്കുള്ള വെളിച്ച, അത് അന്ധമായ വെളിച്ച. അതിനെക്കുറിച്ചുള്ള ന്യായവിധിയൊന്നും ഇപ്പോൾ കർത്താവ് ചെയ്യുന്നില്ല. അതിൻ്റെ ന്യായവിധി എന്ന് പറയുന്നത് മറ്റൊരു വിധത്തിലാണ്. അതായത് ക്രിസ്തുവിൻ്റെയും സഭയുടെയും ഈ ആത്മീയ പ്രവർത്തനങ്ങളുടെ ഫലമായി അന്ധവിശ്വാസങ്ങളും അവിശ്വാസങ്ങളും നീങ്ങിത്തുടങ്ങുമ്പോൾ ജാതികൾക്ക് മറ്റൊരു അറിവിലേക്കുള്ള ഒരു ആഗ്രഹമുണ്ടാകും. ആ ആഗ്രഹം ഉണ്ടാകുമ്പോൾ അവർ ക്രിസ്തുവിനെ അംഗീകരിക്കാൻ തുടങ്ങും. ഇവിടെ മൂന്നിലെന്ന് പറയുന്ന വിഭാഗം അവർ ക്രിസ്തുവിനെ അല്പമെങ്കിലും അറിഞ്ഞവരാണ്. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചാണ് ഇവിടെ മൂന്നിൽ ഒന്ന് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഉള്ള വെളിച്ചം അത് അന്ധകാരത്തിൻ്റെ വെളിച്ചമായിരുന്നു. അത് കാഞ്ഞിരത്തിൻ്റെ അനുഭവമായിരുന്നു മാനവരാശിക്ക് നൽകുന്നത്. ഭാവി ജീവിതത്തെക്കുറിച്ചും പ്രത്യാശയെക്കുറിച്ചും ഒരു മതങ്ങൾക്കും കൃത്യവും വ്യക്തവുമായ ഒരു ഉത്തരം പറയാനില്ല. ന്യായപ്രമാണം കാലം യോഹന്നാൻ സ്നാപകന്റെ വരവോടുകൂടി ന്യായപ്രമാണ കാലം അവസാനിച്ചു. ആ കാലത്ത് നിൽക്കുന്ന ന്യായപ്രമാണ പണ്ഡിതന്മാർക്കും മനുഷ്യന്റെ ഭാവിയെക്കുറിച്ചും ജീവനെക്കുറിച്ചും വ്യക്തമായിട്ട് ഒന്നും പറയാനില്ലായിരുന്നു. ഏതാ 39 പുസ്തകവും എഴുതി കിട്ടിയ യഹൂദന് ഒരു മറുപടിയും പറയാനില്ലായിരുന്നു ഭാവിയെ സംബന്ധിച്ച്. അതിൻ്റെ ശേഷം യേശുക്രിസ്തുവിൻ്റെ വിശ്വാസത്തിൻ്റെയും കൃപയുടെയും പ്രമാണം മനുഷ്യന് നൽകപ്പെട്ടു. അപ്പോസ്തലന്മാർ ആ കൃപയുടെയും വിശ്വാസത്തിൻ്റെയും പൂർണ്ണ പ്രതിഫലത്തെക്കുറിച്ച് അത് എങ്ങനെയാണെന്നും എപ്പോഴാണെന്നും എവിടെയായിരിക്കുമെന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് അപ്പോസ്തലന്മാർ പറഞ്ഞു. പക്ഷെ അപ്പോസ്തലന്മാരുടെ കാലശേഷം വന്ന ആത്മീയ പ്രസ്ഥാനക്കാരെല്ലാവരും അവരുടേതായ ആശയങ്ങൾ പ്രചരിപ്പിക്കാനും മതം വളർത്താനും ഇറങ്ങി പുറപ്പെട്ടു. അതിൻ്റെ പേരിൽ യഥാർത്ഥമായ സത്യവും അതിൻ മുഖാന്തരമുള്ള പ്രത്യാശയും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളും എന്താണെന്ന് കൃത്യമായിട്ട് പറയുവാൻ ഉള്ള വരം ഈ പ്രസ്ഥാനങ്ങൾക്കൊക്കെ നഷ്ടപ്പെട്ടു. ഈ പ്രസ്ഥാനങ്ങളിൽ ഒരു 10% പേര് സത്യമായ ചില കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും 20 കാര്യങ്ങളിൽ വീണ്ടും തെറ്റിപ്പോകുന്നു എന്നുള്ളതാണ്. അപ്പം ഇതെല്ലാം നമ്മൾ വേദപുസ്തകത്തിൻ്റെ ആ അളവുകൾ കൊണ്ട് പരിശോധിക്കുമ്പോൾ തെളിവാർന്നതും പൂർണ്ണതുമായ ഒരു സത്യം മനുഷ്യന് നൽകപ്പെടുന്നത് കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ ഭരണം ആരംഭിക്കുന്നതിന് മുമ്പായിട്ടാകുന്നു എന്ന് നമുക്ക് തെളിയിക്കാൻ കഴിയും. ഈ 7 മുദ്രകൾ, 7 കാഹളങ്ങൾ, ഇതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം പൂർണ്ണമായ തോതിൽ നടപ്പായി കഴിയുമ്പോൾ ഈ സൂര്യന് കീഴെ ഒരു സത്യം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ആ സത്യം അപ്പോസ്തലന്മാർ ഉപദേശിച്ച സത്യമായിരിക്കും. ആ സത്യം പ്രചരിക്കുമ്പോൾ യഹൂദനുൾപ്പെടെ ജാതികളും നാമധേയ ക്രൈസ്തവരും യഥാർത്ഥമായ സത്യം എന്താണെന്ന് തിരിച്ചറിയും. ഇന്ന് നിലവിലിരിക്കുന്ന മതങ്ങളുടെ പ്രവർത്തനങ്ങളും വിശ്വാസവും
ആചാര അനുഷ്ഠാനങ്ങളും വേദപുസ്തകത്തിൽ വെച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതിൽ സത്യങ്ങളെക്കാൾ കൂടുതൽ അസത്യങ്ങളാണെന്ന് കാണാൻ കഴിയും. അതുകൊണ്ടാണ് ഇപ്പോഴുള്ള മനുഷ്യർക്കൊന്നും ഇതിൽ താല്പര്യമില്ലാതെ ആയിരിക്കുന്നത്. നമ്മൾ ഈ നിർണയങ്ങൾ ഓരോന്നും പഠിക്കുക വഴി ദൈവത്തിൻ്റെ യഥാർത്ഥമായ പ്ലാൻ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുവഴി നമുക്ക് വിശ്വാസവും ഉറപ്പും ഉള്ള ജീവിതം തുടരുവാനും ആ വിശ്വാസത്തിനും ഉറപ്പിനു വേണ്ടിയും ദൈവത്തിൻ്റെ രാജ്യത്തിനും വേണ്ടിയും പ്രവർത്തിക്കുവാനുള്ള ഒരു ഊർജം ലഭിക്കുകയും ചെയ്യും. അത് നമുക്ക് ക്രിസ്തുവിങ്കിൽ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ മൂന്നിലൊന്നിനെ ബാധിക്കുന്ന ഇരുട്ട് നമ്മളെ ഓരോരുത്തരെയും ബാധിക്കാതിരിക്കാൻ നമ്മൾ ദൈവത്തിൻ്റെ വചനം നിരന്തരമായി പഠിക്കേണ്ടതും ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള അറിവിൽ വളരേണ്ടതും ആവശ്യമാണ്. അപ്പോൾ ഇനി അടുത്തത് ഉള്ള കാഹളം ഊതുവാനുള്ള ആ കാലം ബഹു കഷ്ടങ്ങൾ നിറഞ്ഞതാണ് എന്നാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പിൻവരുന്ന ഭാഗങ്ങളെക്കുറിച്ച് നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വിഷയം അവസാനിപ്പിക്കാം. ഈ വട്ടം ഒരു